നമസ്കാരം. നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേപോലെയായിരുന്നു. ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 3 പേര് ഭരണഘടനയ്ക്ക് മുകളിലാണ്. അവർ എന്ത് കുറ്റം ചെയ്താലും ഒരു കോടതിക്കും അവരുടെ മുകളിൽ കേസ് ചുമത്താൻ പറ്റില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്ത് കുറ്റം ചെയ്താലും ഒരു കൊലപാതകം ചെയ്താൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്കും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കള്ളമല്ല. നിങ്ങൾ കരുതുന്നത് പോലെ മോദിയും ഷായും ഒന്നുമല്ല അവർ. പിന്നെ ആരാണെന്നല്ലേ പറയാം. 2022 അവസാനം എത്തിയപ്പോഴേക്കും മോദിയും അമിത്ഷായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു 2024 തെരഞ്ഞെടുപ്പിൽ അവർ വൻ പരാജയത്തെ നേരിടാൻ പോവുകയാണ് എന്ന്. ക്രിമിനൽ ബുദ്ധിയുള്ള അവരുടെ തലയിൽ തെളിഞ്ഞു വന്ന ഏക മാർഗം എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ്. അതിനവർ കണ്ടുപിടിച്ച കൂട്ടാളിയായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. 2023 മാർച്ചിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇനി മുതൽ ഒരു നിഷ്പക്ഷ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കും എന്ന്. അതായത് പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി. ഇത് മോദിക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഈ കോടതി വിധിയെ മറികടക്കാൻ ബി സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു. ഈ ഗൂഢപദ്ധതി നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒരു ഞെട്ടിക്കുന്ന ആവശ്യം അവർക്ക് മുമ്പിൽ വെച്ചു. 2024 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടത്തിത്തരാം. പക്ഷെ ഈ തട്ടിപ്പിനിടയിൽ ഞാൻ ചെയ്യുന്ന ഏത് കുറ്റത്തിനും എനിക്ക് കേസുകൾ നേരിടേണ്ടി വരരുത്. ഒരു ശിക്ഷയും കിട്ടാത്ത രീതിയിൽ എനിക്ക് സംരക്ഷണം തരണം. തുടർന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ചതിക്കാൻ മടിയില്ലാത്ത മോദി 2023 ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി. പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തും. അതായത് പ്രതിപക്ഷ നേതാവിനെ വെറും ഡമ്മിയാക്കി മോദി നിയമിച്ച ഒരു മന്ത്രിയും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുമെന്ന്. ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ഒരു ട്രസ്റ്റ്. ഈ നിയമത്തിനുള്ളിലൂടെ ക്ലോസ് 16 എന്ന ഒരു വ്യവസ്ഥ കൂടി അവർ ഒളിപ്പിച്ചു കടത്തി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കോടതിക്കും സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാൻ സാധിക്കില്ല. അതായത് അവർ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പോലും അവർക്കെതിരെ കേസ് ചുമത്താൻ രാജ്യത്തെ ഒരു കോടതിക്കും പറ്റില്ല എന്ന്. 2023 ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ചു. പാർലമെന്ററി കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കാനായി വോട്ടിനിട്ട ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കൂടി പ്രതിഷേധമുയർത്തിയ 141 പ്രതിപക്ഷ എംപിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പുതിയ ബിൽ പാസാക്കി കൊടുത്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് പൂർണ്ണമായ ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ലഭിച്ചു. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പോടെ അത് നിയമമായി മാറി. അത്രയ്ക്ക് ധൃതി പിടിച്ചെടുത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അട്ടിമറി പ്ലാനിംഗ്. 2024 ജാനുവരി 2 ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 2024 മാർച്ചിൽ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായ അരുൺ ഗോയൽ തന്റെ കൺമുമ്പിൽ നടക്കുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാനാകാതെ രാജിവെച്ചു. ഉടൻ തന്നെ മോദി തന്റെ 2 ഡമ്മികളെ കമ്മീഷണർ പദവിയിലേക്ക് നിയമിച്ചു. അട്ടിമറി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി. അങ്ങനെയാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന നാടകം അരങ്ങേറുന്നത്. വ്യാജ വോട്ടുകൾ, തള്ളിയ നാമനിർദ്ദേശ പത്രികകൾ, തട്ടിപ്പ് വോട്ടേഴ്സ് ലിസ്റ്റുകൾ, മോദിയുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ക്രമീകരിച്ച തെരഞ്ഞെടുപ്പ് തീയതികൾ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി കൂടി എല്ലാം അതിവിദഗ്ധമായി മാനേജ് ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും കിട്ടിയത് 240 സീറ്റുകൾ മാത്രം. അവർ വീമ്പ് പറഞ്ഞ് 400 സീറ്റ് എന്ന എണ്ണത്തിന്റെ 7 അയലത്ത് പോലും അവരെ എത്തിച്ചില്ല ജനം. ഏറ്റവും കൂടുതൽ ജനസമിതി ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് കടന്നുകൂടി. അതും വ്യാജ വോട്ടുകളുടെ പിൻബലത്തിൽ. വോട്ട് തട്ടിപ്പില്ലായിരുന്നെങ്കിൽ ബി 180 സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഇതാണ് സത്യം. രാജീവ് കുമാറും അയാളുടെ കൂട്ടാളികളായ 2 ഇലക്ഷൻ കമ്മീഷണർമാരും പൂർണ്ണമായ നിയമ സംരക്ഷണം നേടുന്നു. രാജ്യം മുഴുവൻ ഈ മോഡൽ നടപ്പിലാക്കാൻ മോദി പിന്നീട് രാജീവ് കുമാറിനെ മാറ്റി ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ തങ്ങളുടെ പങ്കാളിയായ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഓർക്കുക, ഇവരെ കോടതികൾക്കൊന്നും തൊടാനാകില്ല. നാഴികയ്ക്ക് 40 വട്ടം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന യൂണിഫോം ക്രിമിനൽ കോഡ് മാറ്റി. അവർക്ക് വേണ്ടത് നടത്തി കൊടുക്കുന്നവരെ അവർ ഈ രാജ്യത്തെ ക്രിമിനൽ നിയമത്തിന് പുറത്താക്കി. പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ക്രിമിനൽ സംഘം ഒന്നോർക്കണം, ഈ തട്ടിക്കൂട്ട് നിയമം
അവരെ ജനങ്ങൾ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് എല്ലാ കാലവും സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. ഈ രാജ്യദ്രോഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ സംഘത്തിലെ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം. അവർക്കുള്ള വിധി കാലം കാത്തുവച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കപ്പെടും, ഉറപ്പ്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. എന്നെയും നിങ്ങളെയും വെറും നോക്കുകുത്തികളാക്കി നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ അവകാശമായ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മോദിയും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തുവെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ജയ് ഹിന്ദ്.